ബിനു, ഭീകരാക്രമണ കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യം വെച്ച് ഇന്ത്യ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിൽ മാത്രമല്ല, പാക് അധിനിവേശ കാശ്മീരിലെ 9 കേന്ദ്രങ്ങളിൽ ഒരേ സമയം കര, വ്യോമ, നാവികസേനയുടെ സംയുക്ത ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ 15ാമത്തെ ദിവസം വമ്പൻ തിരിച്ചടി ഇന്ത്യ നൽകി അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത് കടുത്ത കരുതലോടുകൂടി അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളോടുകൂടി ചെയ്ത ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ശേഷം ഉടൻ തന്നെ മറുപടി കൊടുക്കും, തിരിച്ചടിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർ ഇങ്ങനെ ഇന്ത്യൻ ജനത മുഴുവൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള മീറ്റിങ്ങുകൾ കൂടുന്നു. നരേന്ദ്രമോദി അമിത്ഷായും ഡോവലുമൊക്കെ ഇരുന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം സൈനിക മേധാവികളുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തുന്നു. അതിന് സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അത് പാർലമെൻറ്റിൽ അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഇതിൻ്റെ ഇടയിൽ നടന്നു. അപ്പോൾ ഇതൊരു കരുതലോടെ ചെയ്യുന്നൊരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇന്നൊരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്ന് ഇന്നലെ രാത്രി 1:45 ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമ്പോൾ വിമാന സർവീസുകളടക്കം നിർത്തിവെച്ചപ്പോഴും എല്ലാവരും ആകാംക്ഷയോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുന്ന സമയത്ത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. അത് വലിയ റാഫേൽ വിമാനങ്ങളിൽ മിസൈൽ തൊടുത്തുവിട്ടാണ് പാകിസ്ഥാൻ്റെ ചൈന നിർമ്മിതമായിട്ടുള്ള മിസൈലിനെയൊക്കെ തകർത്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. പാകിസ്ഥാൻ പറയുന്നത് 8 പേർ മരിച്ചു, 35 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 600ഓളം ഭീകരർ ഇതിനൊപ്പം അഗ്നിക്കിരയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഈ ഭീകരർ മൊത്തം താവളം അടിച്ചിരിക്കുന്ന ഈ പ്രദേശങ്ങൾ തന്നെയാണ് ഇന്ത്യ ആക്രമിച്ചത്. സൈനിക കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയില്ല. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിൽ ആക്രമണം നടത്തിയില്ല. കൃത്യമായ രീതിയിലുള്ള ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് കൃത്യമായ ചുട്ട മറുപടി തന്നെ കൊടുത്തിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് ഉറ്റുനോക്കുന്നു. ഇന്ത്യ ചെയ്ത ഇന്ത്യയുടെ ആ തിരിച്ചടിയെ വളരെ ആരാധനയോടുകൂടിയാണ് മറ്റ് രാജ്യങ്ങൾ അടക്കം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് ഇനിയിപ്പോൾ അവിടുത്തെ ആയുധശേഖരങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രത്യാക്രമണത്തിന് പാകിസ്ഥാന് ശേഷിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബഹാവൽപൂർ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഇവർ ലക്ഷ്യം വെച്ച ഒന്നാണ്. മറ്റൊന്ന് ഈ പറയുന്ന ഹാഫിസ് സെയ്ദിന്റെ പരിശീലന കേന്ദ്രങ്ങളും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഉൾപ്പെടെ അതുൾപ്പെടെയുള്ള 9 കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ അടുത്ത സമയത്ത് ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നു. ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങി നമ്മൾ അതിർത്തിയിലൊക്കെ വിന്യസിക്കുന്നു. ഈ വാർത്തകളൊക്കെ പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നത് ഇന്ത്യയിലെ 300ഓളം സ്ഥലങ്ങളിൽ നമ്മളൊരു മോക്ക് ഡ്രിൽ നടത്തുന്നു. അതായത് ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ വലിയ സൈറൺ മുഴങ്ങുന്നു. ഈ സൈറൺ മുഴങ്ങിയ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ഓടി മാറണം, എവിടെ കുളിച്ചിരിക്കണം, ഇതൊക്കെ തന്നെ ഇസ്രയേൽ പാലസ്തീൻ അവരെ അല്ലെങ്കിൽ ഹമാസ് അവരെ ആക്രമിക്കുമ്പോൾ നടത്തുന്ന തന്ത്രമാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു തന്ത്രം നമ്മളും പരിശീലിക്കണം. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത്തരം ഒരു ആക്രമണം വന്നാൽ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ചില പരിശീലനങ്ങൾ നൽകാൻ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, ഇപ്പം ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു അങ്ങനെയല്ല, ഇന്ത്യയിൽ മൊത്തം 300 സ്ഥലങ്ങളിൽ ഇത്തരം ഒരു പരിശീലനം നടത്തണം, നമ്മൾ ഒരു മോക്ക് ഡ്രില്ലാണ് നടത്തുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ വാർത്തയും വന്നു. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പുലർച്ചെ 1:45 ഇന്ത്യ 9 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇതിനുപയോഗിച്ച റഫേൽ യുദ്ധവിമാന, ഈ റഫേലിൽ സ്കാൽപ്പ് എന്ന് പറയുന്ന അത്യന്താധുനികമായ മിസൈൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു വിമാനത്തിൽ ഈ 2 മിസൈലേ ഇതിന് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയപ്പോൾ ഭീകരാക്രമണ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്നു. ഇത്തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. അതായത് ഈ മുസാഫറാബാദ്, അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമാണ്, അവിടേക്ക് വലിയ ആക്രമണം നടത്തി. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ മസൂദ് അസർ, ഈ മസൂദ് അസർ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പള്ളിയുടെയും ആശുപത്രിയുടെയും നടുക്കായിട്ടാണ്. ചുറ്റും ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു വലിയ പള്ളിയുണ്ട്. അപ്പോൾ ജനവാസ കേന്ദ്രത്തിൽ ഒളിച്ചിരുന്നാൽ അവിടേക്ക് ആക്രമണം നടത്തില്ല എന്നാണ് കരുതിയത്. പക്ഷേ മസൂദ് അസറിൻ്റെയും അതുപോലെ ഹാഫിസ് സെയ്ദിൻ്റെയും ഒക്കെ ജനിച്ചു വളർന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. എന്നിട്ട് ഇന്ത്യ പറഞ്ഞു നമ്മൾ ശക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആർമിയുടെ ആസ്ഥാനത്ത് ആക്രമിച്ചില്ല, സിവിലിയൻസിനെ ആക്രമിച്ചില്ല, നമ്മൾ ഭീകര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. നമ്മൾ ലക്ഷ്യമിട്ടത് 600ഓളം ഭീകരരെയാണ്. പക്ഷേ 100ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും പാകിസ്ഥാൻ ഈ ആക്രമണം സ്ഥിരീകരിച്ചു. ഞങ്ങൾക്ക് നേരെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. സാധാരണ രീതിയിൽ പാകിസ്ഥാൻ അത് നിഷേധിക്കുക ചെയ്യുന്നത്. ഇത് നിഷേധിക്കാതിരിക്കാൻ ഇന്ത്യ ഇസ്രായേലിൻ്റെ സഹായത്തോടെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ചിത്രങ്ങളെടുത്തു, ദൃശ്യങ്ങളെടുത്തു. അതാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടിയാണ് ഇസ്രായേലിൻ്റെ പങ്കാളിത്തം
പങ്കാളിത്തവും പാകിസ്ഥാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയെ പിന്തുണച്ചു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചെയ്ത നടപടി ശരിയാണ്, അവർ ഭീകരരെയാണ് ആക്രമിച്ചത്, ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. പൂഞ്ചി രജൌരി മേഖലകളിൽ ഇപ്പം പാകിസ്ഥാൻ തിരിച്ചു വെടിവെക്കാൻ തുടങ്ങി, 3 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇനി ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷേ ബിനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ കയ്യിൽ ഇനി എത്രത്തോളം ആയുധശേഖരമുണ്ട് എന്നുള്ളത് സംശയമാണ്. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് മുൻ പാകിസ്ഥാനിലെ ആർമി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 96 മണിക്കൂർ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളെ അവരുടെ കയ്യിലുള്ളൂ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടൊരു യുദ്ധം ഉണ്ടായാൽ 96 മണിക്കൂർ കൊണ്ട് അവരുടെ ആവനാഴി കാലിയാവും. പിന്നെ ചൈന സഹായിക്കണം. പക്ഷെ ഇവിടെ ചൈന പ്രത്യക്ഷമായിട്ട് സഹായിച്ചാൽ ചൈനയ്ക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്ന അമേരിക്ക ഇന്ത്യയുടെ കൂടെ വരും. അത് ചൈനയ്ക്ക് ദോഷമാണ്. മാത്രമല്ല പണം നഷ്ടപ്പെടുത്തി ആയുധം നഷ്ടപ്പെടുത്തി ഒരു ആക്രമണത്തിന് ഒരിക്കലും ചൈന മുതിരില്ല. ഇവിടെ ചൈന പാകിസ്ഥാന് യുദ്ധവിമാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവർ നൽകിയിട്ടുള്ള JF-17 എന്ന് പറയുന്ന യുദ്ധവിമാനം പാകിസ്ഥാന് വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഇന്ത്യ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ JF-17 ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തു. അവർ അതിന് വിമാനം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തു. അതെ, പഴകിയ വിമാനമായിരുന്നു, അത് അവർക്കും അറിയത്തില്ലല്ലോ. പക്ഷെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം മിസൈൽ ഇത് ഉപയോഗിച്ച് ഇതിനെ തകർത്തു. അപ്പൊ അവര് വലിയ കെട്ടിപ്പൊക്കി ഇമേജ് ഒക്കെയാണ്. അപ്പൊ പാകിസ്ഥാൻ പറയുന്ന മുഴുവൻ തള്ളാണെന്നും ചൈന ഈ പറയുന്ന മുഴുവൻ കബളിപ്പിക്കലാണ്. ഇപ്പൊ ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. അവരുടെ കാലഹരണപ്പെട്ട വിമാനത്തെ നമ്മുടെ ആകാശ് മിസൈൽ തകർത്തു. അതും 18 കിലോമീറ്റർ മുകളിലേക്ക് ദൂരപരിധിയിൽ ഈ ആകാശ് മിസൈലിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒപ്പം 30 കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് സഞ്ചരിക്കും. ഇങ്ങനെയുള്ള അറ്റാക്ക് നടത്തിയപ്പോൾ പാകിസ്ഥാൻ തകർന്നു പോയി. അപ്പൊ ഇനി അവർക്ക് എന്താണ് രക്ഷ എന്നതിനെ കുറിച്ച് ഇനി അവർ ആലോചിക്കണം. മാത്രമല്ല ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിനൊരു മറുപടി പറയണം. കാരണം ഇന്ത്യ ആക്രമിച്ചത് ഈ ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ ഈ ഭീകര കേന്ദ്രങ്ങളെയാണ്. അവിടെയാണ് ഇവർ ഒളിച്ചു താമസിക്കുന്ന പരിശീലനം നടത്തുന്നത്. ആ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ഇന്ത്യയെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് ലോകത്തിന് മുന്നിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതിനവർ എക്സ്ക്യൂസ് കണ്ടെത്തണം. പക്ഷെ പാക് പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകും. അപ്പൊ ഇന്ത്യയിൽ പഹൽഗാമിൽ 26 പേരെ കൊന്നതിന് 15ാം ദിവസമാണ് നമ്മൾ ആക്രമിച്ചത്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉറക്കം ഒഴിച്ചിരുന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകി. ആഭ്യന്തരമന്ത്രി, സുരക്ഷാ ഉപദേഷ്ടാവുണ്ട്, പ്രതിരോധ മന്ത്രിയുണ്ട്. അപ്പൊ ഇവരുടെ പ്ലാൻ സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കൃത്യമായി നടപ്പാക്കി. അതായത് നമ്മുടെ നെറ്റിയിലൊക്കെ സിന്ദൂരം ചാർത്തുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. ഇതിനെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ കാഷ്വാലിറ്റീസ് ഉണ്ട്. ആയുധശേഖരം മുഴുവൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇനി സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 600 ഭീകരരെ ലക്ഷ്യം വെച്ചു, എത്ര പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉള്ളത് ഇനി ഔദ്യോഗികമായിട്ട് അവർ വാർത്താ സമ്മേളനം നടത്തി പറയുമായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ 10 മണിക്ക് ഔദ്യോഗികമായ വാർത്താ സമ്മേളനം ഉണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ അവർ കൃത്യമായ വിവരങ്ങൾ പറയും. കാരണം എന്തൊക്കെയായിരുന്നു ലക്ഷ്യം, അല്ല ആ ലക്ഷ്യം എത്രത്തോളം പൂർത്തീകരിച്ചു, ഇനി എന്താണ് അടുത്ത നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിരുന്നാലും സിനുജി സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ എല്ലാ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഇതിനോടൊപ്പം കത്തിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൈന കൊടുത്ത അത്തരത്തിലുള്ള പഴയ ജാമ്പവാൻ്റെ അതും കത്തിപ്പോയി. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ ഒരു യുദ്ധത്തിനൊന്നും കോപ്പ് കൂട്ടില്ല. പാകിസ്ഥാൻ മിക്കവാറും ഒരു റിക്വസ്റ്റോടുകൂടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു, ഇനി ഞങ്ങളൊന്നിനും വരുന്നില്ല എന്ന രീതിയിൽ ഒരു സമവായത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് രാജ്യങ്ങളുമൊക്കെ അത്തരത്തിലുള്ള, അമേരിക്ക പോലും അത്തരത്തിലാണ് പറഞ്ഞത്, ഇനി ഇതെല്ലാം നിർത്താം എന്ന രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങനെ ഒരു തമ്മിലൊരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ല പാകിസ്ഥാൻ പ്രകോപിപ്പിക്കാൻ വരികയാണെങ്കിൽ പിന്നെ അവരുടെ കാര്യം പോക്കാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാവിധത്തിലും അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കുടിവെള്ളവും മരുന്നും നിത്യോപയോഗ സാധനങ്ങളും ഒന്നും ലഭ്യമല്ല. ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, ആയുധങ്ങളടക്കം നശിച്ചു. അതുകൊണ്ട് ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഈ അതിർത്തിയിൽ ഇപ്പോഴും വൻതോതിൽ ഷെല്ലിംഗ് നടക്കുകയാണ്. അപ്പം പാകിസ്ഥാന്റെ ആക്രമണം അവർ ആരംഭിച്ചു, അവർക്ക് തിരിച്ചടിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാരായ 3 പേര് ഇപ്പൊ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നത്. മാത്രമല്ല ഈ നീതി നടപ്പാക്കിയെന്ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. ഇനി ഈ നീതി നടപ്പാക്കിയിട്ടത് ഭീകരരെ കൊന്നുകൊണ്ടാണ്. അതിന് പാകിസ്ഥാൻ എങ്ങനെ മറുപടി പറയും? അത് അവരെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. എന്തായാലും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. അപ്പം നമുക്ക് വീണ്ടും